പുറംകടലിൽ ഒരു ബോട്ട് മുങ്ങിപ്പോയിട്ട് പകുതി മുങ്ങിയെന്നാണ് അവർ പറയണത്. ഒരു കുളച്ചുകളുടെ ഒരു ബോട്ട് മുങ്ങിപ്പോയിട്ട് അതിൽ അവിടുത്തെ ജീവനക്കാരെ ഒരു ഇറാൻ ഷിപ്പ് അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നെന്ന് പറഞ്ഞിട്ട് നമ്മൾ അറിഞ്ഞിട്ട് അങ്ങനെ ഒരു ഇതിലൂടെ ഇൻഫർമേഷൻ കൊടുത്തിട്ട് അങ്ങനെ നമ്മളുടെ ഫിഷറീസിൻ്റെ ഒരു ബോട്ടുമായിട്ട് നമ്മൾ ഇവിടെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരെ അവിടെ നിന്ന് കൈമാറാൻ വേണ്ടിയിട്ട് അവർ 10-20 ദിവസമായിട്ട് ഈ ഇറാൻ ഷിപ്പിൽ പോയി അവിടെ നിന്ന് ഒമാൻ തീരത്താണ് ഇവർ ഈ നമ്മുടെ ഈ കുളച്ചുകളെന്ന് പറയുന്നത് അവർ അതിർത്തിയൊക്കെ ലംഘിച്ചാണല്ലോ പോകണം. അപ്പോൾ അങ്ങനെ ആ ഒരു അവസ്ഥയിൽ ഇറാൻ ഷിപ്പുകാർ കണ്ടു, അങ്ങനെ അവർ രക്ഷപ്പെടുത്തി കൊണ്ടുപോന്നു. അപ്പോൾ ഈ കുളച്ചകൾ ഒരു പറഞ്ഞത് അവരുടെ ബോട്ടും കൂടി വലിച്ചിട്ട് പോന്നം എന്ന് പറഞ്ഞിട്ട് ബോട്ട് പക്ഷേ വലിച്ചിട്ട് പോരാനുള്ള ഒരു നിയമം അവർക്കില്ല. അതുകൊണ്ട് ഇറാൻ ഷിപ്പ് ബോട്ട് എടുക്കില്ല, ബോട്ട് അവിടെ ആങ്കർ ചെയ്തതെന്നാണ് പറയണത്. ബാക്കിയുള്ള കുറേ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോരാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നു. പക്ഷേ ബോട്ട് അവിടെ നിന്ന് കൊണ്ടുവരാൻ പറ്റില്ല. ബോട്ട് അതിന് ആ പൊസിഷനിൽ ഇട്ടിട്ട് ബോട്ട് പിന്നീട് എടുത്തുകൊണ്ട് വരാം. ഇവരെന്ന് പറയുന്നത് ഭയങ്കര ധൈര്യമുള്ള, ഈ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പുറംകടലിൽ ഏത് കാലാവസ്ഥയിൽ പുറംകടലിൽ പോയി മത്സ്യബന്ധനം നടത്തുന്ന ഒരു വിഭാഗം ടീമാണ് ഈ കുളച്ച എന്ന് പറയുന്ന സ്ഥലം. തമിഴ്നാട്ടിലൊരു കുളച്ച എന്ന് പറയുന്ന സ്ഥലമുണ്ട്, ആ സ്ഥലത്താണ്. അപ്പോൾ അങ്ങനെ അവരെ നമ്മൾ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന ഇതിൽ നിന്ന് കൈമാറി നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി ഇതാണ് ഷിപ്പ്. നമ്മൾ ഷിപ്പിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഓയിൽ ടാങ്കറാണെന്ന് തോന്നുന്നു. ഇത് മുംബൈയിൽ ഇറാനിൽ നിന്ന് ആഫ്രിക്കയിൽ പോയിട്ട് അവിടുന്ന് മുംബൈയിലേക്ക് എന്തോ ഒരു ചരക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് തിരിച്ചു പോന്ന വഴിക്ക് ഇവർ കണ്ടാണെന്ന് പറയണം. പക്ഷേ നമുക്ക് കേരളത്തിനോട് അടുത്ത് പോരാനുള്ള പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് അവർ പുറംകടലിൽ വെച്ച് അവർക്ക് നമുക്ക് ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് കയറാനുള്ള ഒരു പെർമിഷൻ വേണമല്ലോ, പോർട്ടിൻ്റെ പെർമിഷൻ വേണമല്ലോ. അപ്പോൾ അതിൻ്റെ ഇത് വെച്ചിട്ട് അങ്ങനെ പോകുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന ഇറാൻ ഷിപ്പിലേക്ക് നമ്മുടെ പോലീസുകാർ, അതുപോലെ ഫിഷറീസ്, അങ്ങനെയുള്ള മറൈൻ എൻഫോഴ്സ്മെൻറ്റ് അങ്ങനെയുള്ള ടീമുകൾ പോലീസുകാർ അവരെ ചെക്ക് ചെയ്തിട്ട് അവർ അതിൽ നിന്ന് അവരുടെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഈ നമ്മുടെ ബസ്സിലേക്ക് നമ്മൾ തിരിച്ച് കയറ്റുന്നതാണ്. അപ്പോൾ ഇത് ഷിപ്പ് ഇപ്പോൾ കാണുന്നത് അവർ ഇമിഗ്രേഷൻ അതുള്ള പരിപാടിയൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് ബസ്സിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ ഇതിലെന്ന് പറയുമ്പോൾ നല്ല റഫാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത റഫുണ്ട്. അത് കാരണം ഇറങ്ങി വരുവാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്നാലും പരമാവധി ശ്രമിച്ചുകൊണ്ടാണ് അവർ കൈവിട്ട് പോയി കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഇടക്ക് പോയി കഴിഞ്ഞാലൊക്കെ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാലും അവർ സുരക്ഷിതമായിട്ട് നോക്കിക്കൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. വളരെ സാഹസികമായിട്ടുള്ള കാര്യങ്ങളാണ്. മിക്കവാറും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആദ്യമായിട്ടൊക്കെ ആയിരിക്കും പലവരും ചെയ്യുന്നത്. പക്ഷെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് അവർക്ക് ഇതൊന്നും വലിയ കാര്യമില്ല. പ്രത്യേകിച്ച് ഈ കുളച്ച ഇതിൽ നിന്ന് വന്ന ആൾക്കാർക്ക് അങ്ങനെ ഇതൊന്നും വലിയ കാര്യമില്ല. അവർ സുഗമമായിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് ചെയ്ത് തീർക്കുന്നതാണ്. അവർ ഫുൾ ടൈം ശരിക്കും പറഞ്ഞാൽ 1 മാസമോ 2 മാസമൊക്കെയാണ് ശരിക്കും കടലിൽ പോയി കിടന്ന് മത്സ്യബന്ധനം നടത്തുന്നത്. അത് അതിർത്തിയൊക്കെ വിട്ടിട്ടാണ്, ഒമാൻ തീരത്തൊക്കെയാണ് അവർ പോയി മത്സ്യബന്ധനം. ഗുജറാത്ത്, ഒമാൻ, പാകിസ്ഥാൻ ബോർഡർ അങ്ങനെയുള്ള പല സ്ഥലത്തും കേട്ടിട്ടില്ല നമ്മൾ ഇങ്ങനെ മത്സ്യത്തൊഴിലാളികളെ പിടിച്ചു വെച്ചു, ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ കുടുങ്ങി, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ നമ്മളുടെ ഇവിടെ അങ്ങനത്തെ ഇതില്ല. പുറത്തുള്ള മത്സ്യത്തൊഴിലാളികൾക്കും ഫിഷ് ചെയ്താലും നമ്മൾ പിടിച്ചു വെക്കുക, ചെക്കിങ് എല്ലാം ഉണ്ട്, എന്നാലും അത്രയും സ്ട്രിക്റ്റ് അല്ല. എന്നാലും ഇപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് ഇത് കാര്യം വരുന്നുണ്ട്. ഇപ്പോൾ ഈ പയ്യൻ എത്ര അകന്ന് കിടക്കുകയാണ്. അത് സാഹസികമായിട്ട് അവിടുത്തെ ക്യാപ്റ്റൻ, ഇതിൻ്റെ നമ്മുടെ ക്യാപ്റ്റൻ സാഹസികമായിട്ടാണ് ഈ സംഭവം കൊണ്ടുവന്ന് അടുപ്പിച്ചേക്കുന്നത്. വളരെ വളരെ ബുദ്ധിമുട്ടിയാണ്. അവിടെ നിൽക്കാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ അവിടെ ബസ്സിൽ ബോട്ട് അങ്ങനെ അടുപ്പിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. നല്ല റഫായിരുന്നു. ഈ ഷിപ്പൊക്കെ എന്ന് പറയുമ്പോൾ ഇത് വലിയൊരു മതിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അതുപോലെ നമ്മളൊരു മതിലിൻ്റെ സൈഡിൽ നിൽക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. വലിയൊരു മതിൽ, ഭയങ്കര വലിയ ഈ ജയിലിലേക്ക് പോലത്തുള്ള മതിലിൻ്റെ സൈഡിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ നിന്നാണ് കാണുന്നത്. അപ്പുറത്തെ സൈഡ് ഭയങ്കര ഭീകരമായിട്ടുള്ളൊരു ഷിപ്പാണ്. എണ്ണ ടാങ്കറാണല്ലോ. അപ്പോൾ അതിൻ്റെ
അതിൻ്റെതായ എല്ലാ രീതിയിലുള്ള സംവിധാനങ്ങളുമുണ്ട്. നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരും ബാക്കിയുള്ള ഫിഷറീസിൻ്റെ ആൾക്കാരൊക്കെ തിരിച്ച് ഇറങ്ങി വരികയാണ്. തിരിച്ചിറങ്ങി വരുന്നതിൻ്റെ ദൃശ്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇറാൻ ഷിപ്പാണ്. ഇറാൻ ഷിപ്പിൽ ശരിക്കും പറഞ്ഞാൽ ആ നിൽക്കുന്ന ആൾക്കാരെല്ലാവരും ഫിലിപ്പീൻസാണ് കൂടുതൽ. ഫിലിപ്പീൻസിൽ നിന്ന് വന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. പിന്നെ മറ്റ് രാജ്യക്കാർ, പാകിസ്ഥാനികൾ, അങ്ങനെയുള്ള പല രാജ്യക്കാരുണ്ട് ഇറാൻ ഷിപ്പല്ലേ. അപ്പോൾ ഇത് എണ്ണ കയറ്റി കൊണ്ടുപോകുന്ന ഷിപ്പാണ്. അപ്പോൾ ഇവർക്ക് ഇന്ത്യയിലേക്ക് പ്രവേശിക്കാനുള്ള പെർമിഷൻ ഇല്ലെന്ന് തോന്നണം. അതാണ് മെയിൻലി പ്രശ്നം, ഇന്ത്യയിലേക്ക് പ്രവേശിക്കാനുള്ള. അപ്പോൾ അതിൻ്റെ ബോർഡർ ഇന്ത്യയുടെ അതിർത്തി ക്കപ്പുറമാണ് നമ്മൾ ഇവർ എടുക്കാൻ വേണ്ടി പോയത്. ഇതൊക്കെയാണ് ശരിക്കും കുളച്ച എല്ലുന്ന് വന്ന മത്സ്യത്തൊഴിലാളികളാണ്. ഇത് നമ്മൾ സുരക്ഷിതമായിട്ട് ഇപ്പോൾ ഇനി നമ്മുടെ ലാൻഡിലേക്ക് കൊണ്ടുപോവുക. അവിടെ നിന്ന് ഇമിഗ്രേഷൻ അങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് അവരുടെ നാട്ടിലെത്തിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അവരെ കളക്ട് ചെയ്തിട്ട് തിരിച്ച് നമ്മൾ റിട്ടേൺ പോവുകയാണ്. ഇതാണ് ഷിപ്പിൻ്റെ ഒരു സൈസ് കണ്ടില്ലേ, വലിയ ഒരു മതിൽ നിൽക്കുന്ന രീതിയിലാണ്. നമ്മൾ ലോങ്ങിൽ നിന്ന് നോക്കുമ്പോൾ വലിയ ഒരു സെറ്റപ്പായിട്ടുള്ള ഒരു ഇതൊക്കെ തോന്നുമല്ലോ, പക്ഷെ ഒറ്റ ചെല്ലുമ്പോഴാണ് അതിൻ്റെ സൈസ് അറിയുന്നത്. ഇത് എനിക്ക് തോന്നുന്നു 2000 അങ്ങനെയാണ്ട് ഒരു മീറ്ററാണ് പറഞ്ഞതെന്ന് തോന്നുന്നു, പറയണ്ടായിരുന്നു ഇങ്ങനെ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിച്ച് റിട്ടേൺ പോവുകയാണ്. വളരെ മനോഹരമായ കാഴ്ചയാണല്ലേ ഇതൊരു ഷിപ്പിങ്ങിനെ വെള്ളത്തിൽ കിടക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു അത്ഭുത കാഴ്ചയാണ്. ഈ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ സംഭവങ്ങൾ ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ടെക്നോളജി തന്നെയാണ്. അതിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ടുപിടിച്ചവരെ പ്രത്യേകം, അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ബോള് പോലും ഇച്ചിരി വെയിറ്റ് ഉണ്ടെങ്കിൽ താന്നു പോണ ആണല്ലോ. അപ്പോൾ ഈ ഇരുമ്പ് ഇങ്ങനെ വെള്ളത്തിൽ മൊത്തം ഇരുമ്പാണല്ലോ, അത്രയും വെയിറ്റ് കൊണ്ട് മൊത്തം ഇരുമ്പുമാണ്. അതിങ്ങനെ വെള്ളത്തിൽ പൊങ്ങി കിടക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു വലിയൊരു സംഭവമാണത്. അത് അകലം തോറും ആ ഷിപ്പിൻ്റെ മനോഹരിത ആണ്. അത് വലിയ ഒരു നടുക്കടലിലാണ് ഇങ്ങനെ ഒരു സംഭവം നമ്മൾ കാണുന്നത്. ഇത് ഇന്ത്യയുടെ ബോർഡറിന് അപ്പുറം, സീ ബോർഡറിൻ്റെ അപ്പുറമാണ് ഒരു ഷിപ്പ് പോകുന്നത്. ഇത് ശരിക്കും ഇൻ്റർനാഷണൽ ഇതിലേക്ക് പോവുകയാണ് അവർ. ടാങ്കറാണ്. ടാങ്കർ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് അത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബോട്ടിൻ്റെ എൻജിൻ്റെ ഒരു തള്ള് നോക്കി, എത്ര പവർഫുള്ളായിട്ടാണ് വെള്ളം പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്നത്. അത് നല്ല സ്പീഡിലാണ് ഇത് പോകുന്നത്. നമ്മളവരെ റെസ്ക്യൂ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് കരക്കെത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ അങ്ങനെ പോകുന്നത്. ഒരു ഏതാനും മണിക്കൂറിൽ നമ്മൾ അവരെ കരക്കെത്തിക്കുന്നതായിരിക്കും.